ഒരു $1 മില്യൺ ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് മോഹൻലാൽ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ. വിത്ത് സായിദ് മസൂദ് ആൻഡ് രംഗ എന്ന് പറഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ പങ്കുവച്ച ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത്. ആരാധകർ ഏറ്റെടുത്ത ചിത്രം എത്രമാത്രം $1 മില്യൺ ആണെന്ന് അവർ തന്നെ വ്യക്തമാക്കുന്നു. ഓരോ വാക്കുകളും അങ്ങനെ തന്നെയാണ് എത്തിയിരിക്കുന്നത്. എന്നാൽ ഇതിൽ ചില ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ കൂടിയുണ്ട് എന്ന് പറയുന്നു. സാധാരണ ഒരു ചിത്രം എന്നതിനപ്പുറം മോഹൻലാൽ ഈ രണ്ടുപേരുടെയും കൂടെ എത്തുകയാണല്ലോ. അമൽ നീരദ് ഒരുക്കാൻ പോകുന്ന ഒരു ചിത്രത്തിൽ മോഹൻലാലും ഫഹദ് ഫാസിലും ഒരുമിച്ചെത്താൻ പോകുന്നു എന്ന ഒരു സൂചന അടുത്തിടെ പുറത്തു വന്നതാണ്. പൃഥ്വിരാജിനൊപ്പം മോഹൻലാൽ എത്തുകയാണല്ലോ സായിദ് മസൂദിന്റെ അബ്രഹാം ഖുറേഷിയുമായി. ഇവരെ എല്ലാവരെയും ഒരുമിച്ച് നമുക്ക് കാണാൻ കഴിയും, അതും പല പല സിനിമകളിൽ. രംഗൻ എന്ന് പറയുമ്പോൾ ജിത്തു മാധവൻ ഒരുക്കാൻ പോകുന്ന അടുത്ത ചിത്രത്തിൽ മോഹൻലാൽ അവതരിക്കുകയാണ്. അതും ഒരു രംഗൻ സ്റ്റൈലിലുള്ള മോഹൻലാലിനെ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജിത്തു മാധവന്റെ സ്ഥിരം ശൈലിയിലുള്ള ബാംഗ്ലൂർ ബേസ് കഥ തന്നെയാണ് മോഹൻലാലിനെ വെച്ചും അവതരിപ്പിക്കാൻ പോകുന്നത് എന്നാണ് അഭ്യൂഹങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കണക്ട് ആകുന്ന ഒരു സംഭവം തന്നെയാണ് എന്ന് പറയേണ്ടതുണ്ട്. അപ്പോൾ ഈ ചിത്രത്തിന് പ്രസക്തിയുണ്ട്, എല്ലാവരും കണക്റ്റഡ് ആണ്. ഒരു യൂണിവേഴ്സ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇവരുടെ എല്ലാം ലിങ്ക് വെച്ച് അങ്ങനെയൊക്കെ പറയാവുന്നതാണെങ്കിലും ഈ ചിത്രം പ്രേക്ഷകരെ ശരിക്കും ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. ഒരു $1 മില്യൺ ചിത്രം എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് പ്രേക്ഷകർ എത്തിക്കഴിഞ്ഞു. മോഹൻലാലും അങ്ങനെ തന്നെ കുറിച്ചപ്പോൾ പിന്നെ പറയേണ്ടതില്ലല്ലോ, വിത്ത് സായിദ് മസൂദ് ആൻഡ് രംഗ എന്നത്. എന്തായാലും എമ്പുരാന് ശേഷം പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കാൻ പോകുന്ന ചിത്രങ്ങളിൽ ഒന്നായി മാറിയാണ് ജിത്തു മാധവനും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്ന ചിത്രം. ഇതുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു. ഏതാണ്ട് 220 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഷൂട്ടിംഗ് ആണ് ഈ ചിത്രത്തിന് വേണ്ടി ഇപ്പോൾ അവർ ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 7 മാസം നീണ്ടു നിൽക്കുന്ന ഷൂട്ടിംഗ്. ഒരു വലിയ പ്രോജക്റ്റ് തന്നെയാണ് അവർ ഒരുക്കാൻ പോകുന്നത് മോഹൻലാലിനെ വെച്ച് തന്നെ. ഗോകുലം മൂവീസ് എത്തുമ്പോൾ ആ പ്രോജക്റ്റ് വലുതാകുമല്ലോ. മലയാളത്തിൽ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്രൊഡക്ഷൻ ഹൗസുകളിൽ ഒന്നാണ് ഗോകുലം മൂവീസ്. കൂടാതെ ഈ ചിത്രത്തിലേക്ക് ജിത്തു മാധവന്റെ കാസ്റ്റിംഗ് കോമ്പിനേഷൻ ഒക്കെ മോഹൻലാൽ ചിത്രത്തിലും എത്താൻ പോകുന്നു എന്നാണ് പറയുന്നത്. ആവേശത്തിൽ രംഗണ്ണനൊപ്പം എത്തിയ അമ്പാൻ മോഹൻലാലിനൊപ്പം ഈ ചിത്രത്തിൽ എത്താൻ സാധ്യതയുണ്ട് എന്നും പറയുന്നുണ്ട്. സജിൻ ഗോപു മോഹൻലാൽ ചിത്രത്തിൽ ജോയിൻ ചെയ്യാനുള്ള കാര്യങ്ങളുടെ അപ്ഡേറ്റുകൾ കഴിഞ്ഞ ദിവസം തന്നെ മൂവി അനലിസ്റ്റുകൾ പങ്കുവച്ചിരുന്നു. 2026 ഓണം റിലീസായിട്ടാണ് ഈ ചിത്രം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓഗസ്റ്റിലായിരിക്കും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ. ഒരു കംപ്ലീറ്റ് ഫൺഫിൽഡ് എന്റർടൈൻമെന്റ് ചിത്രമായിരിക്കും ഈ ചിത്രമെന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും. ഇതൊരു ഭാഗത്ത് നിൽക്കുമ്പോഴും മോഹൻലാൽ പങ്കുവച്ച ഈ ചിത്രം ആരാധകർക്ക് വലിയ സന്തോഷം തന്നെയാണ് നൽകിയിരിക്കുന്നത്. അത് അവരുടെ കമന്റുകളിലും ലൈക്കുകളിലും വ്യക്തമാക്കുന്നുണ്ട്. 3 മികച്ച അഭിനേതാക്കൾ ഒറ്റ ഫ്രെയിമിൽ എന്നൊക്കെ പറഞ്ഞാണ് പ്രേക്ഷകരുടെ കമന്റുകൾ എത്തുന്നത്. കൂട്ടത്തിൽ ചുള്ളൻ ലാലേട്ടൻ തന്നെ എന്നും അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനൊക്കെ പുറമെ എമ്പുരാനിലേക്കും കടന്നു കയറിയിട്ടുണ്ട് പ്രേക്ഷകർ. അപ്പോൾ പോസ്റ്ററിൽ കണ്ട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ആൾ ഫഹദ് ഫാസിൽ തന്നെ ആണല്ലോ എന്നവർ പറയുകയാണ്. എന്തൊക്കെ കാണേണ്ടി വരുമെന്ന് അറിയത്തില്ല. അതുപോലുള്ള പ്രേക്ഷക കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ എത്തുകയാണ്. തമാശയ്ക്കാണെങ്കിലും പറഞ്ഞു വെക്കാൻ അവർക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. കൂടാതെ ഫഹദ് ഫാസിലിന്റെ ഐക്കോണിക് ഡയലോഗുകളും പ്രേക്ഷകർ പറയുന്നുണ്ട്. അമ്പാനെ ശ്രദ്ധിക്കാൻ പറ. ഏതായാലും ഈ 3 പേരിൽ ഏറ്റവും ചുള്ളനായി നിൽക്കുന്നത് മോഹൻലാൽ തന്നെ എന്ന് പറയേണ്ടതുണ്ട്. ഇന്നേ ദിവസം മോഹൻലാലിന്റെ ഈ പോസ്റ്റ് വൈറലായപ്പോൾ അതിനു മുമ്പേ ഒരാൾ എത്തിയിരുന്നു സോഷ്യൽ മീഡിയയിൽ തീ കൊളുത്താനായി. മലയാളത്തിന്റെ സ്വന്തം ദുൽഖർ സൽമാനാണ് തന്റെ പുതിയ ചിത്രത്തിന്റെ ലുക്ക് പോസ്റ്റർ പങ്കുവച്ചുകൊണ്ട് പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിയത്. ബ്ലോക്ക് ബാസ്റ്റർ തെലുങ്ക് ചിത്രം ലക്കി ഭാസ്കറിന് ശേഷം ദുൽഖർ സൽമാൻ നായകനായെത്തുന്ന കാന്ത എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിടുകയുണ്ടായി. സെൽവമണി സെൽവരാജ് ആണ് ഈ ചിത്രം രചിച്ച് സംവിധാനം ചെയ്യുന്നത്. ദുൽഖർ സൽമാൻ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചതിന്റെ 13ാം വാർഷികം ആഘോഷിക്കുന്ന വേളയോട് അനുബന്ധിച്ചാണ് ഈ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേഫെയർ ഫിലിംസ്, റാണ തഗ്ബദിയുടെ ഉടമസ്ഥതയിലുള്ള സ്പിരിറ്റ് മീഡിയ എന്നിവർ ചേർന്നാണ് ഈ ബഹുഭാഷാ ചിത്രം നിർമ്മിക്കുന്നത്. ദുൽഖർ സൽമാൻ, ജോം വർഗീസ്, റാണ തഗ്ബദി, പ്രശാന്ത് എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ. ദ ഹണ്ട് ഫോർ വീരപ്പൻ എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി സീരീസ് ഒരുക്കി ശ്രദ്ധ നേടിയ തമിഴ് സംവിധായകനാണ് സെൽവമണി സെൽവരാജ്. 1950 കാലഘട്ടത്തിലെ മദ്രാസിന്റെ പശ്ചാത്തലത്തിൽ കാന്തയുടെ കഥ അവതരിപ്പിക്കുന്നത് എന്നാണ് സൂചന. മികച്ച ചിത്രങ്ങൾ മലയാളത്തിൽ നിർമ്മിച്ചിട്ടുള്ള വേഫെയർ ഫിലിംസ് നിർമ്മിക്കുന്ന ആദ്യ അന്യഭാഷാ ചിത്രം കൂടിയാണ് കാന്ത. തമിഴിൽ ഒരുക്കിയ ഈ ചിത്രം മലയാളം, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലും റിലീസ് ചെയ്യും. ഒരു നടനെന്ന നിലയിൽ മികച്ച പ്രകടനത്തിന് അവസരം നൽകുന്ന ഈ ചിത്രം മനുഷ്യവികാരങ്ങളുടെ ആഴം പിടിച്ചെടുക്കുന്ന മനോഹരമായ ഒരു കഥയാണ് പറയുന്നതെന്ന് ചിത്രത്തിന്റെ പ്രഖ്യാപന വേളയിൽ ദുൽഖർ സൽമാൻ അറിയിച്ചിരുന്നു.